പ്രിയരെ, ഇത് അനുഗ്രഹം ദൈവം മഴ പോലെ നമ്മളിലേക്ക് വർഷിക്കുന്ന പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം, ദൈവമായ കർത്താവിൽ അചഞ്ചലമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയും അയാളുടെ മുൻപിലേക്ക് ജീവിതം എത്രമാത്രം കാഠിന്യങ്ങൾ കൊണ്ടുവന്നു കൊടുത്താലും ഒരിക്കൽ പോലും പതറിപ്പോവുകയില്ല. ഇത്തരത്തിലുള്ളൊരു വ്യക്തിയെ നമ്മൾ ദൈവ തിരുവചനത്തിനകത്ത് കണ്ടുമുട്ടുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഏലിയ പ്രവാചകനാണ്. ഒരു ദിവസം ഏലിയ പ്രവാചകൻ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ചാണ് നാടുവാഴുന്ന ജസബേൽ രാജ്ഞിയുടെ മുമ്പിൽ പോയി നിന്ന് അവൾ പ്രവർത്തിച്ച അക്രമത്തെക്കുറിച്ച് പറയുന്നത്. ആഹാസ് രാജാവിനെതിരെയുള്ള പ്രവചനമാണ് നടത്തുന്നത്. പ്രവചനം കേൾക്കുന്ന രാജ്ഞി അസ്തപ്രജ്ഞയായി നിൽക്കുകയാണ്. പ്രവാചകൻ ഇറങ്ങിപ്പോരുകയും ചെയ്തു. ബോധമണ്ഡലത്തിലേക്ക് മടങ്ങി വരുന്ന സ്ത്രീ ഉടൻ തന്നെ പ്രവാചകനെ കൊല്ലുവാൻ വേണ്ടി പടയാളികളെ വിളിച്ച് പറയുകയാണ്. ഊരിയ വാളുമായി പടയാളികൾ എലിയ പ്രവാചകനെ അന്വേഷിച്ച് നാടിൻ്റെ 4 വഴികളിലൂടെ നടക്കുമ്പോൾ ഈ വിവരമറിയുന്ന പ്രവാചകൻ നെട്ടോട്ടമോടുകയാണ്. ഓടി ഓടി അദ്ദേഹം ഹൊറോബ് മലയുടെ മുകളിലെത്തി. അവിടെ ഒരു ഗുഹയ്ക്കകത്ത് മറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പറയാറില്ലേ, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചുവെന്ന്. അക്ഷരാർത്ഥത്തിൽ ഏലിയായുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അയാൾ ഒളിച്ചിരിക്കുന്ന ആ മലയുടെ മുകളിൽ പെട്ടെന്ന് കൊടുങ്കാറ്റുണ്ടാകുന്നു. കൊടുങ്കാറ്റിൽ വൻവൃക്ഷങ്ങൾ കടപുഴകി വീണു. ആ കൊടുങ്കാറ്റൊന്ന് ശമിച്ചപ്പോൾ ഉഗ്രമായ ഭൂകമ്പം ഉണ്ടാകുന്നു. ആ ഭൂകമ്പത്തിൽ വലിയ പാറക്കഷ്ണങ്ങൾ അയാളിരിക്കുന്ന ഗുഹയുടെ മുകളിലൂടെ താഴേക്ക് പോകുന്നു. എല്ലാം ഒന്ന് കഴിയുമ്പോൾ അയാൾ ഭയപ്പെട്ടു പോയെന്നൊരു പക്ഷേ നമ്മൾ വിചാരിക്കും. പക്ഷെ എല്ലാം ഒന്ന് കഴിയുമ്പോൾ ഒരു മൃദുലമായ സ്വരം അയാളുടെ കാതുകളിലേക്ക് കേൾക്കുകയാണ്. ഏലിയ, നീ ഇവിടെ എന്തെടുക്കുക? അയാൾ പറഞ്ഞു, ഞാൻ സൈന്യങ്ങളിലെ ദൈവമായ കർത്താവിനെ പ്രതി തീഷ്ണത കൊണ്ട് ഞാൻ ജ്വലിച്ചിരിക്കുകയാണ്. വീണ്ടും ആ സ്വരം ഒരിക്കൽ കൂടെ ചോദിച്ചു, ഏലിയ, നീ ഇവിടെ എന്തെടുക്കുക? ഏലിയ അവിടെ ഇരുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചൊരു കാര്യമാണ്, എങ്ങനെ ഒരു മനുഷ്യന് ജീവിതം ദൈവമായ കർത്താവ് പറഞ്ഞ വഴിയെ നടന്ന ഒറ്റ കാരണത്താൽ പ്രാണന് വേണ്ടി പടയാളികൾ അയാളെ നാടുനീളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭയം തേടിയ മലയുടെ മുകളിൽ കൊടുങ്കാറ്റും ഭൂകമ്പവും അയാളെ ഭയചകിതനാക്കാനായിട്ട് കടന്നു വരികയാണ്. പക്ഷെ ഇവിടെ ഒന്നും ഒരു മനുഷ്യൻ തളർന്നു പോകുന്നില്ല. അയാളുടെ വിശ്വാസം തീഷ്ണമായി ദൈവത്തിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അനർത്ഥങ്ങളുടെയും അക്രമങ്ങളുടെയും നടുവിൽ ദൈവത്തിൻ്റെ മൃദുല സ്വരത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റിയത്. അയാളോട് ചോദിച്ചു, നീ എന്തെടുക്കുക? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള അതീവ തീഷ്ണത കൊണ്ട് ഞാൻ ജ്വലിച്ചു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം ഹൃദയത്തിൽ വെച്ച് പുലർത്തുകയും ആ വഴിയിൽ നിരന്തരമായി നടക്കുവാൻ പ്രേരണയുമുള്ള വ്യക്തികൾക്ക് ഒരിക്കൽ പോലും പതർച്ചയുണ്ടാവുകയില്ല. അവർ ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിക്കും. അവരുടെ ജീവിതത്തിന് മുൻപിലേക്ക് ഏത് പ്രതിസന്ധി വരട്ടെ, ഏത് കണ്ണുനീര് വരട്ടെ, ഏത് തകർച്ചകൾ വരട്ടെ, ഉറപ്പായും അവർ അതിനെ തരണം ചെയ്യും. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി അവർ കാതോർത്തിരിക്കുകയും ചെയ്യും. ഇതിന് പറയുന്ന പേരാണ് വിശ്വാസം. ജീവിതത്തിന് മുൻപിൽ എന്തും പ്രതിസന്ധിയായി വന്നു നിൽക്കുമ്പോഴും എൻ്റെ ദൈവത്തെ പ്രതിയുള്ള തീഷ്ണതയിൽ ജ്വലിക്കുന്നൊരു മനസ്സെനിക്ക് നഷ്ടപ്പെട്ടു പോകാതിരുന്നാൽ അതിന് പറയുന്ന പേരാണ് വിശ്വാസം. ഈ വിശ്വാസം നിന്റെ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കാൻ പറ്റിയാൽ ഈ ഭൂമി ജീവിതം നിനക്ക് അനുഗ്രഹമുള്ള ജീവിതമായിരിക്കും. നാളെ നീ മരണപ്പെട്ടാലും ഈ തലമുറകൾ പറയും, നിന്നെപ്പോലെയുള്ളൊരു വിശുദ്ധൻ ഈ ഭൂമിയെ സന്ദർശിച്ചിരുന്നുവെന്ന്. കണ്ണടച്ച ഈശോയോട് പ്രാർത്ഥിക്കാം, കരുണയുള്ള ദൈവമേ, എൻ്റെ ജീവിതം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതാണ്. കണ്ണുനീരും കഷ്ടപ്പാടും ജീവിതത്തിന് നിരന്തരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി മാറാറുണ്ട്. ഇതിനിടയിൽ അങ്ങയുടെ മുഖം ദർശിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ. ആമേൻ.